സ്ത്രീകളുടെ ആർത്തവ ആരോഗ്യം സ്വാഭാവികമായിട്ട് സുഖപ്പെടുത്താമെന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആ ഒരു യാത്ര ആരംഭിച്ചത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അത് എൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഹീലിംഗ് ജേണി മറ്റുള്ളവരിലേക്കും എത്തിക്കണമെന്ന് തോന്നിയത്. എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷമുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ശരി. എനിക്ക് രണ്ടും സിസേറിയനായിരുന്നു. ആദ്യത്തെ ഡെലിവറി എല്ലാ എല്ലാ പക്ഷിമൃഗാദികളും പ്രസവിക്കുമല്ലോ. അങ്ങനെ സ്വാഭാവികമായിട്ട് അത് എനിക്കും സംഭവിക്കുമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. സിസേറിയൻ വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പ്ലാസിൻ്റെ അടിയിലായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ കഷ്ടകാലം. അവിടുത്തെ ഒരു നേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു. വേറെ ആരും ആ ലേബർ റൂമിൽ ഉണ്ടായിരുന്നില്ല. അവരാലാവുന്ന രീതിയിൽ എന്നെ പ്രസവിപ്പിക്കാൻ നോക്കുകയും കുറേ വേദനിപ്പിച്ചു. ഞാനും വിചാരിച്ചു എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കടന്നു പോകുന്നതെന്ന്. ഞാനതെല്ലാം സഹിച്ചു. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്രസിൻ്റെ പൊസിഷൻ തെറ്റുകയും എൻ്റെ അബ്ഡോമിനൽ മസിൽസ് എല്ലാം വീക്കാവുകയും ചെയ്തു. പിന്നെ അവിടെ നിന്നൊരു എമർജൻസി സർജറിയിലേക്ക് എത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം എന്നും എനിക്ക് അടിവയറ് സംബന്ധമായ വേദന ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ ഡെലിവറി ആകുമ്പോഴേക്കും എനിക്ക് ഭയം. രണ്ടാമത്തെ ഡെലിവറി എൻ്റെ ഡോക്ടർ തന്നെ പറഞ്ഞു, നീ ഇനി അധികം നാൾ ഈ കുഞ്ഞിനെയും താങ്ങി നടക്കണ്ട, നിൻ്റെ മസിൽസൊക്കെ അത്രയും വീക്കാണ്, നമുക്ക് നേരത്തെ തന്നെ എടുക്കാം, അത് ശരി. കുട്ടി പുറത്ത് വന്നാലും വളർന്നോളും. അങ്ങനെ രണ്ടാമത്തെ സിസേറിയൻ നേരത്തെ തന്നെ ചെയ്തിരുന്നു. അപ്പം എനിക്ക് തോന്നി 2 കുട്ടികൾ ആൺകുട്ടികളായപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഫോൺ വിളിച്ചോട്ടെ, ഇപ്പോൾ തന്നെ പ്രസവം നിർത്തണ്ട എന്ന് പറയാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഞാനാണ് പറയണത്, എൻ്റെ അത്രയും വീക്കാണ്, പെൽവിക് മസിൽസ് എല്ലാം വീക്കാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ അഡ്വൈസാണ് ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചാലും എനിക്ക് ഈ പെൽവിക് റീജിയൻ വളരെ വീക്കായതുകൊണ്ടും യൂട്രസിൻ്റെ പൊസിഷൻ അന്ന് തെറ്റിയതിൻ്റെ ബുദ്ധിമുട്ടുകളും ബാക്ക് പെയിനും എല്ലാം സ്ഥിരമായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള എന്ത് സ്ട്രെസ്സ് വന്നാലും ഉടനെ തന്നെ അത് സ്റ്റൊമക്കിലേക്ക് പെൽവിക് റീജിയനിലേക്ക് അത് റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഗർഭിണി പൂർണ്ണ ഗർഭിണി എങ്ങനെയാണോ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. വയറൊക്കെ വീർത്ത് വന്നു ഒരു 7 മാസം 8 മാസമുള്ള അവസ്ഥയിലേക്ക് വയറ് വീർത്ത് വരികയും പിന്നെ ആ ഒരു വേദന ഒരു 2 ആഴ്ചയെങ്കിലും തുടരും. അത് ശരി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരെ സ്ഥിരമായി പോയി കണ്ടിരുന്നു. അപ്പോൾ പറയും ആൻറ്റിബയോട്ടിക്സ് കഴിച്ചോളൂ. പിന്നെ പിന്നെ പറഞ്ഞു തുടങ്ങി വരണ്ട, നീ മേടിച്ച് കഴിച്ചോ. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വേദന മാറണമല്ലോ. അതെ, അതെ. അപ്പം എന്നും ഈ മെഡിസിൻസ് കഴിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പലരും പറയുന്ന പല ടെക്നിക്സും ഞാൻ ട്രൈ ചെയ്യും. ഈ ഇഞ്ചി വെള്ളം തിളപ്പിച്ച് കുടിക്കുക, ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അലോവേറ കഴിക്കുക, എന്താണോ പറയുന്നത്, ഏതിനാണോ പരിഹാരം കിട്ടുന്നത്, പിന്നെ വയറ് തണുക്കാനാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ ടെക്നിക്സും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്ത് തന്നെ ചെയ്താലും ഒന്നും ഒരു പരിഹാരം ആവുന്നില്ല ശാശ്വതമായിട്ട്. പെയിൻ കില്ലേഴ്സ് ആ സമയത്തേക്ക് മാത്രം ഒന്ന് ഒന്ന് കുറച്ച് നേരം കുറയും. പക്ഷെ വയറൊക്കെ അതുപോലെ തന്നെ സ്റ്റിഫായിട്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കയ്യിലുള്ള ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് യോഗ. അത് പിന്നെ തുടർന്ന് ഞാൻ അതിലേക്ക് വരികയാണ് ഉണ്ടായത്. പല മെഡിസിൻസും അതിൻ്റെ സൈഡ് എഫക്റ്റ് കാണിക്കുകയും പിന്നെ വയറ് ബ്ലോട്ട് ചെയ്യുകയും ബുദ്ധിമുട്ടുകൾ അങ്ങനെ പലതും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റുകൾ നാട്ടുവൈദ്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഓരോ മാസവും ഇത് ഓരോ എപ്പിസോഡ്സ് ഉണ്ടാവുന്ന സമയത്തും എനിക്ക് ഓർമ്മ ഉണ്ടാവണില്ല ഏത് മരുന്ന് കഴിച്ചിട്ടാണ് എനിക്കിതിന് വേദന ഇല്ലാണ്ടായെന്ന് എനിക്ക് തിരിച്ചറിയണില്ല. അപ്പം എൻ്റെ അമ്മ ചോദിക്കും, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മോൾ എന്ത് കഴിച്ചിട്ടാണ് മാറിയത്? ആ അതെനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉലുവ വെള്ളം കഴിച്ചു. അല്ല അലോവേറയാണോ? അങ്ങനെ എന്താ കഴിച്ചേ? അങ്ങനെയൊക്കെ പല തരത്തിലുള്ള കൂവ കുറുക്കി കഴിച്ചായിരുന്നില്ലേ? അങ്ങനെ പല ഐഡിയകളും ചോദിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണില്ല. എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത്രയും കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തടസ്സം ഇല്ലല്ലോ. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കണം. ജോലിക്ക് പോകണം, മക്കളുടെ കാര്യം, അതുപോലെ നമുക്ക് വരുന്ന ടെൻഷൻസ് ഇതെല്ലാം കടന്നു പോകണം. അതിൻ്റെ ഇടയിൽ കൂടെ ഈ വേദനയും പിന്നെ ഒരു സ്ഥലത്തേക്ക് ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഡ്രസ്സപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഗർഭം വന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ വയറ്. അപ്പം അത് ആ ഒരു ഡിഫിക്കൽട്ടിയിൽ നിന്ന് സ്വയം ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ്
എൻ്റെ ഷീ റീസെറ്റ് പ്രോട്ടോകോൾ. ഇന്നത്തെ കാലത്ത് ധാരാളം സ്ത്രീകൾ ആർത്തവ പ്രശ്നം നേരിടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു കാരണം എന്താണെന്നാ നിങ്ങളുടെ അഭിപ്രായം? നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് പ്രധാന കാരണം. സമയത്തിന് ഉറങ്ങില്ല, സമയത്തിന് ഭക്ഷണം കഴിക്കില്ല. ഇതെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ സ്ത്രീകൾ. പുരുഷന്മാരുടെ ഒപ്പം തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് അവർ വീട്ടിൽ വന്നിട്ട് ജോലിയുണ്ട്. പുരുഷന്മാരെക്കാളേറെ സ്ട്രെസ്സുള്ള ജോലികളും നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രെസ്സുള്ള ജോലികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സ്ട്രെസ് ഹോർമോൺസ് അഫക്റ്റ് ചെയ്യുമ്പോൾ പെൽവിക് ഏരിയനെയാണ് അത് അഫക്റ്റ് ചെയ്യുക. അങ്ങനെയാണ് കൂടുതലായിട്ടും ഇന്ന് സ്ത്രീകൾക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ഷീ റീസെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞല്ലോ. ശരിക്കും എന്താണ് ആ ഷീ റീസെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ? സ്റ്റെബിലൈസ്, ഹീൽ, എനർജൈസ്, അതുകൊണ്ടാണ് ഷീ എന്ന് വന്നത്. നമ്മളവരുടെ ഹോർമോൺസിനെ സ്റ്റെബിലൈസ് ചെയ്യാനും എനർജൈസ് ചെയ്യാനും അവരിലുള്ള പ്രോബ്ലം ഹീൽ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അത് യോഗയിലൂടെയും ബ്രെത്ത് വർക്കിലൂടെയും മെഡിറ്റേഷനിലൂടെയുമാണ് സാധ്യമാക്കി കൊടുക്കുന്നത്. ഓരോ വ്യക്തിക്കും ഓരോ പാറ്റേൺ ആയിരിക്കും. അവരിലുള്ള പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയുള്ള പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തു വരുന്നത്. അപ്പം ഒരു വ്യക്തി ആദ്യമായിട്ട് ഈ ഷീ റീസെറ്റ് പ്രോട്ടോകോൾ എന്നുള്ള നിങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നു കഴിയുമ്പം അവർ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളിൽ നിന്നും? അവർക്കൊരു 100% ഒരു ട്രാൻസ്ഫോർമേഷനാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഒരു പെയിൻ ഫ്രീ ജേണി. അവരിപ്പോൾ വേദനയിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മളുടെ അടുത്ത് എന്തായാലും വന്നിരിക്കുക. ആ വേദന മാറ്റി സുഗമമായി കോൺഫിഡൻറ്റോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് അവരെത്താൻ സാധിക്കും. ഉള്ളിൽ നിന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ വരുന്നത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം പോസിബിളാണ്. ഷീ റീസെറ്റ് പ്രോട്ടോകോളിലെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന ഈ പ്രോട്ടോകോൾ അവർ നിത്യം ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ടോ അതൊരു സർട്ടൻ ടൈം മാത്രം ചെയ്താൽ മതിയോ? നമ്മൾ ജീവിതശൈലി കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ആദ്യം കുറച്ച് നാൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ല വ്യത്യാസം വരും. ആ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ ഷീ റീസെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടിപ്സാണ്. അത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് അവരുടെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ്. അതൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ്, വളരെ കുറച്ച് നേരം ഒരു വ്യായാമം, ഇതൊക്കെ സ്ഥിരമായിട്ടും ശീലിക്കേണ്ട കാര്യങ്ങളാണ്. അത് പാലിക്കുകയാണെങ്കിൽ സന്തോഷകരമായ ജീവിതം അവർക്ക് ഉറപ്പിക്കാം. ഈ ഒരു മാറ്റം വരാനായിട്ട് ഷോർട്ട് പീരീഡ് മതി. ചിലപ്പോൾ 2 വീക്സ് കൊണ്ട് വ്യത്യാസം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. പൂർണ്ണമായൊരു മാറ്റം വരണമെങ്കിൽ ഒരു 3 മാസത്തെ ഫോളോ അപ്പ് ഒക്കെ ഉണ്ടാണെങ്കിൽ നല്ലൊരു മാറ്റം, 100% മാറ്റം നമുക്ക് കൈവരിക്കും. ശരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ ആർത്തവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. മീൻസ് അവൾ ഒരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയം തൊട്ട് ഒരു മെനോപോസ് ആവുന്ന ഒരു സമയം വരെയും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിളിനും ഇത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അപ്പം എനിക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള പെയിനായിരുന്നു. അപ്പോൾ ആ ഒരു പെയിനിൽ നിന്ന് ആളെ റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ആ പെയിൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഷീ റീസെറ്റ് പ്രോട്ടോകോളിൽ വന്നു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആവുമോ? തീർച്ചയായിട്ടും. പെയിൻ എന്ന് പറയുന്നതിൻ്റെ ഹോർമോണാണ് ഈ കോർട്ടിസോൾ. ഈ കോർട്ടിസോളിനെ കുറച്ച് കൊണ്ടുവരിക അത് നമുക്ക് പല ബ്രീത്തിങ് ടെക്നിക്സിലൂടെ പോസിബിളാണ്. അതുപോലെ പല വ്യായാമങ്ങളിലൂടെയും പോസിബിളാണ്. പിന്നെ പീരീഡ്സ് ഇസ് ജസ്റ്റ് അനദർ ഡേ. അതൊരു വലിയ സംഭവമല്ല, അതൊരു രോഗമല്ല. അത് നമ്മുടെ ഉള്ളിലുള്ള ഫെമിനൈൻ എനർജിയാണ്. അതിനെ ഉണർത്തി കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ആഗ്രഹമാണ്. അതുള്ളവന് തീർച്ചയായിട്ടും നല്ലൊരു ഹാപ്പി ലൈഫ് എൻജോയ് ചെയ്യാൻ പോസിബിളാണ്. അവരൊരിക്കലും വേദനയിലോ വിഷമത്തിലോ കടന്നു പോകേണ്ട വ്യക്തികളല്ല. ഇപ്പോൾ പറഞ്ഞല്ലോ ഫെമിനൈൻ എനർജിയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ പലരും പണ്ടത്തെ കാലത്തെ ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഈ 4 ദിവസം പ്രത്യേക ഒരു മുറിക്കകത്തിൽ നമ്മളെ നിർത്തിയിട്ട് അടുക്കളയിലോ അല്ലെ സെറ്റിയിലോ സോഫയിലോ അല്ലെങ്കിൽ ഫ്രണ്ട് റൂമിലോ ഒന്നും വരാൻ അനുവാദമില്ല. ഗസ്റ്റുകൾ വന്നാൽ പോലും അവരെ കാണാൻ പറ്റില്ല. ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ശരിക്കും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു പീരീഡായിരുന്നു ആ 4 ഡേയ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം പണ്ടത്തെ ആർത്തവവും ഇപ്പോഴത്തെ ആർത്തവവും തമ്മിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പണ്ടത്തെ ആർത്തവമാണെങ്കിൽ ഇപ്പോഴത്തെ ആർത്തവമാണെങ്കിൽ അതൊരു ആഘോഷം തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു ആഘോഷമാണ്. ആ ഫെമിനൈൻ പവർ ആ വ്യക്തിയിലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. പണ്ട് പല
ചിട്ടകളൊന്നും പാലിച്ചിരുന്നത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു സെക്യൂരിറ്റി കൊടുക്കുകയാണ് കുട്ടികൾക്ക്. കുട്ടികൾ അത്ര വലുതായിട്ടല്ലല്ലോ പ്രായപൂർത്തി എത്തുന്നത്. പക്ഷേ ഈ പല ടാബൂസും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി അയിത്തങ്ങൾ പലതും പാലിച്ചിരുന്നു. അതെ 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 ഈ അയിത്തങ്ങൾ പാലിച്ചിരുന്നത് പല ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നമ്മളെ പോലുള്ള കുട്ടികൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ അത് കൂടുതലും ചെയ്തിരുന്നത് ഈ ഒറ്റയ്ക്ക് കെടുത്തുക, മാറ്റി കെടുത്തുക, അങ്ങനെ പലതും ചെയ്തിരുന്നത് ഈ ഹൈജീൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഇന്നത്തെ അത്ര സാങ്കേതിക വിദ്യകളോ സൗകര്യങ്ങളോ അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഹൈജീൻ്റെ പ്രാധാന്യം കൽപ്പിച്ചിട്ടായിരിക്കും കൂടുതലും കുട്ടികളെ ഒറ്റപ്പെടുത്തിയിരുന്നുണ്ടാവുക. പക്ഷെ അയിത്തം കൽപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, ഹൈജീൻ്റെ ഭാഗമായാലും നമ്മൾ ഒരാളെ മാറ്റി നിർത്തുമ്പോഴത്തെ ആർത്തവ സമയത്ത് ഒരു വ്യക്തിയെ മാറ്റി നിർത്തുമ്പോഴേക്കും അവർക്കുണ്ടാവുന്ന മെൻ്റൽ ട്രോമ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ആർത്തവത്തിൻ്റെ പെയിനെയും മറ്റും കൂട്ടാനല്ലേ ശ്രമിക്കുകയുള്ളൂ. മെൻ്റൽ ട്രോമ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു സന്തോഷമുള്ള അവസരമായിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നിട്ട് കുട്ടികൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നു. നല്ലെണ്ണ തേച്ചും ടർമറിക് ഉപയോഗിച്ചൊക്കെ കുളിപ്പിക്കുന്നു. അതുപോലെ വാം ബാത്ത് കൊടുക്കുന്നു. പിന്നെ നല്ല ഫുഡ്, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഹോർമോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയതും ബോഡിയിലുണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ പെട്ടെന്ന് തന്നെ അവരെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പല ആചാരങ്ങളും മുന്നോട്ട് പോയിരുന്നത്. അതുപോലെ തന്നെ കൂട്ടായ്മ, എല്ലാവരും കൂടെയുണ്ട്, അതൊരു ആഘോഷമായി കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നേണ്ട കാര്യമില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ആഘോഷം മാറി ആ ഒരു വ്യക്തിനെ മാറ്റി നിർത്തപ്പെടുക എന്നാണ്. അത് ശരിയായ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു സ്ത്രീക്ക് PMSൻ്റെ സിംറ്റം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെ അറിയുക? സാധാരണ പീരിയഡ്സ് ഇറഗുലർ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ പെയിൻഫുൾ പീരിയഡ്സ് ആയി ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നല്ലപോലെ ബ്ലീഡിങ്, ക്ലോട്ടിങ്, ഇതൊക്കെ തന്നെയാണ് സാധാരണഗതിയിൽ കാണുക. പിന്നെ ഇമോഷണലായിട്ട് വളരെയധികം ഡിപ്രസ്ഡ് ആവാം, പെട്ടെന്ന് ദേഷ്യം വരാം, അതുപോലെ തന്നെ സങ്കടം വരാം. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് PMSൻ്റെ സിംറ്റംസ് ആണ്. ഇതിലും വേഴ്സ് സ്റ്റേജ് ഉണ്ടാവും. വേഴ്സ് സ്റ്റേജ് നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർക്ക് എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ PCOS, PCOD അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. PMS നേരിടുന്ന ഒരു ലേഡിയെ നമ്മുടെ ഷീ റിസെറ്റ് പ്രോട്ടോക്കോളിൽ വന്നാൽ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? അവരുടെ പീരിയഡ്സ് റെഗുലർ ആക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് അത് കൺട്രോൾ ചെയ്യാനും ഒരു ഇമോഷണൽ ക്ലാരിറ്റി നേടിക്കൊടുത്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കാൻ സഹായിക്കാനും സാധിക്കും. അതൊരു 100% നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ പ്രോട്ടോക്കോളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അത് അവരുടെ ഇപ്പം വർക്ക് ലൈഫിൽ ഉള്ളവരുണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ മറ്റ് ജോബിന് പോകുന്നവരുണ്ടാവും. ഇവരുടെ ജോബ് റൊട്ടീനെ ഇത് ബാധിക്കുമോ? ഇല്ല, വളരെ കുറച്ച് സമയം മാത്രമേ ഇതിന് സമയം ചെലവഴിക്കേണ്ട കാര്യമുള്ളൂ. രാവിലെയും വൈകിട്ടും വളരെ കുറച്ച് സമയം മാത്രം. എന്തായിരിക്കും അവർ നിത്യം പാലിക്കേണ്ട റൂട്ടീൻ എന്നൊന്ന് പറയാമോ? അവരവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വരണം. അതായത് ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ശ്രദ്ധകൾ വരണം. പിന്നെ രാവിലെയും വൈകിട്ടും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഉറങ്ങി എണീറ്റാൽ ചെറിയ ചെറിയ ബ്രീത്തിങ് പ്രാക്ടീസുകൾ, ചെറിയ യോഗ, തെറാപ്യൂട്ടിക് യോഗ, ആസനാസ്, അത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. ഈ അതികഠിനമായ വയറുവേദന ഈ പീരീഡ്സിനോടനുബന്ധിച്ച് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ നിത്യ ജീവിതത്തിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാതുള്ള ആൾക്കാരെ എനിക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സംബന്ധിച്ച് നമ്മൾ ആസ് എ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ആസ് എ കോച്ച് എന്ന രീതിയിൽ എന്താണ് രേഖയ്ക്ക് പറയാനുള്ളത് അവരോട്? അവരോട് ഷീ റിസെറ്റ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്നുണ്ടാവുന്ന വേദന നമുക്കൊന്ന് സബ്സൈഡ് ചെയ്യാൻ ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്യാം. ബാക്കി നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഹീലിംഗ് ചെയ്യേണ്ടതാണ്. ഈ വേദന നിങ്ങൾ സഹിക്കേണ്ടവരല്ല. അത് നമുക്ക് പരിഹാരമുണ്ട്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഈ പീരീഡ്സ് എന്നുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അവർ മിക്കവാറും ഈ ഒരു ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമുണ്ടാവും. അതിൽ തെറ്റെന്താണ് ശരി എന്താണ് എന്നൊന്ന് വേർതിരിച്ച് പറയാൻ പറ്റുമോ? ഈ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ സ്ത്രീകൾ ചെയ്യുന്നത് ഒരു പെട്ടെന്നുള്ളൊരു ഹീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ക്വിക്ക് ഫിക്സസ് ആണ്. ഒരു പെയിൻ കില്ലേഴ്സ് കഴിക്കും. ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് തെറ്റായ ഒരു സമ്പ്രദായമാണ്. പെയിൻ കില്ലേഴ്സ് കഴിച്ചാൽ പെട്ടെന്നുള്ള വേദന നമുക്ക് സബ്സൈഡ് ചെയ്യാൻ സാധിക്കും.
അത് സപ്രസ് ചെയ്യലാണ്, വേദനേനെ സപ്രസ് ചെയ്യലാണ്. അതൊരു പരിഹാരമല്ല. വേദനേനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ അതിലും കൂടിയ അളവിൽ വരും. അതിൻ്റെ അടുത്ത തവണ പിന്നെയും കൂടി വരും. അപ്പോൾ ഈ വേദനേനെ സപ്രസ് ചെയ്യാതെ അതിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ ഹീൽ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ സംഭവങ്ങൾ വേഴ്സൺ ചെയ്ത് വരും. പിന്നെ സാധാരണ അവർ ചെയ്യാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വിക്ക് ഫിക്സസ് ആയിട്ട് നാട്ടു ചികിത്സകൾ പലതും നമ്മൾ ചെയ്യും. നാട്ടു ചികിത്സകൾ തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തൊക്കെ ചെയ്യാൻ പറ്റണോ അതെല്ലാം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും. ഈ ഒരാൾ ഇന്നത് കഴിക്കാൻ പറയണു, ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറയണു, അങ്ങനെ ഒരു 5ഓ 10ഓ തരത്തിലുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് ട്രൈ ചെയ്യും. എന്നിട്ട് ഇതൊന്നും ഫലവത്താവണില്ല എന്ന് കണ്ടിട്ട് ഇതൊന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാനിത് അനുഭവിക്കേണ്ടവളാണ്, ഇതെല്ലാം അനുഭവിച്ചേ പറ്റൂ, ഇതെന്ത് ചെയ്തിട്ടും പരിഹാരമില്ല എന്ന് കണ്ടിട്ട് അത് വിട്ടുകളയും. അപ്പോൾ പിന്നെ ഇതിനൊരു സൊല്യൂഷൻ തേടി പോകുന്നില്ല. അപ്പോൾ വീണ്ടും അവർ പെയിൻ കില്ലേഴ്സിൽ തന്നെ ആശ്രയം കണ്ടെത്തും. അതാണ് ഇതിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇതിൻ്റെ റൂട്ട് കോസ് ക്ലിയർ ചെയ്യണം. പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വേദനയ്ക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവർക്ക്? അവർക്ക് ആ വേദന സഹിച്ച് മുന്നോട്ട് പോകണം. പിന്നെ അതിൻ്റെ സിറ്റുവേഷൻസ് വേഴ്സൺ ചെയ്ത് അവർക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനും കൂടി വരുന്നു. നമ്മളുടെ മാനസികമായ അവസ്ഥ ശരീരത്തിനെയും ബാധിക്കുന്നു, ശാരീരികമായ വൈകല്യം മനസ്സിനെയും ബാധിക്കുന്നു. ഇത് രണ്ടും മ്യൂച്വലി ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. ജീവിതത്തിൽ നമുക്ക് സന്തോഷമാണ് വേണ്ടത്. ജീവിതം ഒരു ആഘോഷമാണ്. നമ്മൾ വേദന അനുഭവിച്ച് ജീവിക്കേണ്ടവരല്ല. അതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ആദ്യത്തെ ആർത്തവത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? തീർച്ചയായിട്ടും അവളുടെ അമ്മ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ പല അമ്മമാരും ഇപ്പോൾ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണത്? ഇത് വളരെ ഒരു നാണം കെട്ട കാര്യമാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഷൈയാണ്, അമ്മമാരാണ് ഷൈയാണ്. പിന്നെ എങ്ങനെയാണ് അവർ പറഞ്ഞു കൊടുക്കുക? അത് അവർ ചെയ്യുന്നത് തെറ്റാണ്. പറഞ്ഞു കൊടുത്തിരിക്കണം. അതിൻ്റെ ബുദ്ധിമുട്ട് ആ കുട്ടികൾക്കാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞു കൊടുക്കാത്ത അമ്മമാരും ഇത് അനുഭവിച്ച് വന്നിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും അവർ പറഞ്ഞു കൊടുക്കണില്ല എന്ന് പറയുന്നത് തീരെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളുകളിൽ നിന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ഇനി സ്കൂളുകളിലേക്ക് പോവുകയാണെങ്കിൽ പല പെൺകുട്ടികളും പീരിയഡ്സ് ആവുന്ന അവസരത്തിൽ ഈവൻ നാപ്കിൻ പോലും മാറാതെ, ഈവൻ യൂറിനേറ്റ് പോലും ചെയ്യാതെ അവർ പിടിച്ച് സഹിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവളെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും? സ്വാഭാവികമായിട്ട് അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാം. അതുപോലെ തന്നെ PMS റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസും ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുകളുണ്ട്. 10-18 വയസ്സാകുമ്പോഴേക്കും PCOD ഉള്ള കുട്ടികൾ പലരും എൻ്റെ അടുത്ത് വന്ന് യോഗ ചെയ്ത് പോയിട്ടുണ്ട്. അതവർക്ക് ഭയങ്കര മടിയാണ് സ്കൂളിൽ പോയിട്ട് നാപ്കിൻ ചേഞ്ച് ചെയ്യാനൊക്കെ. വൃത്തിയില്ല എന്നാണ് പറയുന്നത്. ഭയങ്കര സ്മെല്ലാണ്, അതിൽ നിൽക്കാൻ പറ്റണില്ല. ഇത് തീർച്ചയായിട്ടും സ്കൂൾ അധികൃതരും നമ്മളുടെ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒന്ന് മുൻകൈയെടുത്ത് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഞാനും ലോങ് ജേണി ചെയ്യുന്ന അവസരത്തിൽ നേരിട്ടിട്ടുള്ളൊരു പ്രശ്നമാണ് പബ്ലിക് വാഷ്റൂംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അത് ശരിക്കും നമുക്ക് സ്ട്രെസ്സ് തരുന്നൊരു കാര്യമാണ്. അതും ഈ പീരിയഡ്സും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെയുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ ഒരാൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന നിങ്ങളുടെ ഒരു അഭിപ്രായം? ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കണം. അല്ലാണ്ട് ഒരു പരിഹാരവും ഇല്ല. ഇപ്പോൾ പെട്രോൾ പമ്പിലെങ്കിലും കുറച്ച് ബാത്റൂംസ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൽ നിൽക്കാനും പറ്റില്ല, തിരിയാനും പറ്റില്ല, പിന്നെ വൃത്തിയും ഇല്ല. ഇപ്പോൾ പലയിടത്തും അത് പെർമിഷൻ പോലും ഇല്ല യൂസ് ചെയ്യാനായിട്ട്. അതെ അതെ അതെ. ഈ അവസ്ഥ മാറ്റണത് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് മേലധികാരികൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞു വരുമ്പം സ്ത്രീകൾക്കുള്ള ഈ ആർത്തവ പ്രശ്നവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും സ്കൂൾ ലെവലിലായാലും ഓഫീസ് ലെവലിലായാലും പബ്ലിക് ലെവലിലായാലും നോക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് അതിനൊരു മുഖ്യ കാരണമായിട്ട് തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈക്വൽ പ്രൊപ്പോർഷൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇതൊരു ഹൈജീൻ അല്ലേ. അതൊരു ഹൈജീൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ നെസസിറ്റികളിൽ ഒന്നാണ്.
അത് ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തം തന്നെയാണ്. ഈ ആർത്തവ അവധി, അതായത് ആർത്തവം നേരിടുമ്പോൾ ഒരു സ്ത്രീ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവൾ കഷ്ടപ്പെട്ടു പോയി ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഫസ്റ്റ് 2 ഡേയ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കും. അപ്പോൾ ഈ ആർത്തവ അവധി കേരളത്തിലും നടപ്പാക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ല തീരുമാനമാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ. നമ്മുടെ കേരളത്തിൽ അത് ഇന്ന് നിലവിലില്ല, പക്ഷേ ഉള്ള സ്ഥലങ്ങളുണ്ട്. ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായുള്ള സ്ട്രെസ്സ് കുറയുമ്പോൾ അത് അവരുടെ പെർഫോമൻസ് ലെവലിലും പിന്നീട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും. മാനസികമായ ഒരു സപ്പോർട്ട് കിട്ടുകയാണല്ലോ. സപ്പോർട്ടാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. പല വീട്ടിലും പീരിയഡ്സ് ആവുന്നത് ആൺകുട്ടികൾ അറിയുന്നില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് സഹോദരനുണ്ടെങ്കിൽ അവൻ അറിയുന്നില്ല ഏത് വിധത്തിലാണ് അവളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഈവൻ ഇപ്പോൾ ഹസ്ബൻഡിന് അറിയത്തില്ലായിരിക്കും, ബോയ് ഫ്രണ്ടിന് അറിയില്ലായിരിക്കും. അപ്പം ഈ ആണുങ്ങളോട് എന്താണ് പറയാനുള്ളത്? ആർത്തവം ഉണ്ടാകുന്ന പീരിയഡ്സ് ഉണ്ടാവുന്ന ഒരു സ്ത്രീയെ എങ്ങനെയാണ് ഒരു പുരുഷൻ ടേക്ക് കെയർ ചെയ്യേണ്ടത്? അവർക്ക് കെയറിങ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, മെൻ്റൽ സപ്പോർട്ട്, അത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. പിന്നെ കൂടുതൽ സ്ട്രെന്യസ് ആയ വർക്കുകൾ ഒഴിവാക്കുക, അത് സാധാരണ എല്ലാവരും ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ മാനസികമായ ഒരു സപ്പോർട്ട് അത്ര മാത്രമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ഇത് കൊടുത്താൽ തന്നെ വളരെയധികം സന്തോഷവതികളാണ് ഇന്ന് എല്ലാവരും. പക്ഷേ എല്ലാ വീട്ടിലും അങ്ങനെയില്ല. ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ലിബറലായിട്ടുണ്ട്. പലരുടെ വീട്ടിലും കുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയുന്ന സ്ഥലങ്ങളുമുണ്ട്. വളരെ ഫ്രീ ആയിട്ട് പെരുമാറുന്ന വീടുകളുണ്ട്. ഈവൻ അനിയത്തിമാർക്ക് പാഡ് കൊണ്ടു കൊടുക്കുന്ന സഹോദരങ്ങളുണ്ട്. ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ കൊണ്ടു കൊടുക്കുന്ന കുട്ടികളുണ്ട്. എൻ്റെ വീട്ടിലുമുണ്ട്. ശരി. മരുന്നില്ലാതെ PCOS ചികിത്സിച്ച് സുഖമാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. PCOS ഉള്ള വ്യക്തികൾക്ക് സാധാരണഗതിയിൽ പീരീഡ്സ് ഭയങ്കരമായിട്ട് ഡിലേ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ 3 മാസം 4 മാസം ഒക്കെ പീരീഡ്സ് വരാതിരിക്കും. ചിലപ്പോൾ അതിലും കൂടുതൽ വരാതിരിക്കും. അവർക്ക് റെഗുലറായിട്ട് പീരീഡ്സ് വരിക, അവർക്ക് ഷുഗറിൻ്റെ ക്രേവിങ്സ് കൂടും, ഡയബറ്റിക് ആയിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പല ബ്രീത്തിങ് ടെക്നിക്സിലൂടെയും തെറാപ്യൂട്ടിക് യോഗയിലൂടെയും കൺട്രോൾ ചെയ്ത് റെഗുലർ പീരീഡ്സ് അവർക്ക് സാധിക്കും. ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ പലരെയും സുഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവർ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഡയറ്റ് പ്ലാനിലൂടെയും നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. പണ്ടൊക്കെ നമ്മൾ പീരീഡ്സ് ആവുന്ന സമയത്ത് തുണിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തുണിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നാപ്കിനായി. ഇപ്പോൾ നാപ്കിൽ നിന്ന് നമ്മൾ ടാമ്പൂൺസായി. അതിനുശേഷം ഇപ്പം മെൻസ്ട്രൽ കപ്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും പലരും, എൻ്റെ കസിൻസ് ഒന്നും വിവാഹം കഴിക്കാത്ത കുട്ടികൾക്ക് ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ പെർമിഷൻ ഇല്ല. അവരിപ്പോഴും നാപ്കിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രത്യേകിച്ചൊരു ദോഷവുമില്ല. കുറച്ചും കൂടി ഹൈജീനിക്കാണ്. ഇത് അറിവില്ലായ്മയാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട വ്യക്തികൾക്കും ഒരു ഭയവും പേടിയും ഒക്കെ ഉണ്ട്. അത് റിമൂവ് ചെയ്യുമ്പോഴുള്ള തെറ്റായ രീതികൾ കൊണ്ടാണ് അത് വേദനാജനകമായി മാറുന്നതും ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത് അവർക്ക് അവരിലെ അറിവുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അറിവില്ലായ്മ കൊണ്ടാണല്ലോ പണ്ടും പല ആചാരങ്ങളും നിലനിന്നിരുന്നത്. അതെ. ഈ ഐസൊലേറ്റ് ചെയ്ത് ആൾക്കാരെ വെച്ചിരുന്നതും ഈ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതോടുകൂടി അവളുടെ കന്യാചർമ്മം പൊട്ടിപ്പോകും എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അഡോളസൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ കൊടുക്കാത്തത്. അപ്പോൾ ആ ഒരു ധാരണ ശരിയാണോ? കന്യാചർമ്മം പൊട്ടിപ്പോയി കൂടായിക്കൊന്നുമില്ല. ഇതിപ്പോൾ ഒരു സൈക്കിൾ ചവിട്ടിയിട്ട് കന്യാചർമ്മം പൊട്ടിപ്പോണ കുട്ടികളൊക്കെ ഉണ്ട്. അത് പലതരം ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് കന്യാചർമ്മം പൊട്ടിയുണ്ടാവുക. അതൊരു സെക്ഷൽ റിലേഷൻ വന്നോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പീരിയഡ്സിന് മുമ്പ് മൂഡ് സ്വിങ്സ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ മൂഡ് സ്വിങ്സിനെ നമ്മുടെ ഷീ റിസെറ്റ് പ്രോട്ടോക്കോളിലൂടെ മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പീരീഡ്സിന് മുന്നേ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദേഷ്യം, ഇറിറ്റേഷൻ, വിഷമം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞു വരുന്നത്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അത് ഇല്ലാതെ തന്നെ ആക്കാം, കംപ്ലീറ്റ് ആയിട്ട്. എങ്ങനെ? പ്രധാനമായിട്ട് ബ്രീത്തിങ് ടെക്നിക്സാണ്. പിന്നെ കുറച്ച് വ്യായാമങ്ങൾ, യോഗയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്.
അവരുടെ കോർട്ടിസോളിൻ്റെ അളവ് കൂടുമ്പോഴാണ് അവർക്ക് ദേഷ്യം കൂടുന്നത്. ഈ കോർട്ടിസോളിൻ്റെ അളവ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി പ്രൊജസ്ട്രോണിന് വേരിയേഷൻ സംഭവിക്കും. ഏ, ഈ ഹോർമോണൽ വ്യതിയാനങ്ങളാണ് ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കുന്നത്. ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലോട്ടിങ്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ്, എയർ കണ്ടൻറ്റ് ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൽ പിടിച്ചു വെക്കാനും ഒന്ന് വീർത്ത പോലെ, അപ്പോൾ ശരീരവും മനസ്സും നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ ഈ PMS എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ പറ്റും. ഈ ആദ്യ ആർത്തവം ഉണ്ടാവുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് മുട്ടയുടെ വെള്ള കരു കുടിക്കാൻ കൊടുക്കാറുണ്ട്. എന്താ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അത് എൻ്റെ കസിൻ സിസ്റ്ററൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ അമ്മ ആദ്യമായിട്ട് പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് മുട്ടയുടെ വെള്ള, പിന്നെ അതുപോലെ ആ മുട്ടയുടെ തൊണ്ടിൽ തന്നെ അത്ര തന്നെ എള്ളെണ്ണ, കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കില്ല. പക്ഷെ വേറെ പലരും ചെയ്യുന്നത് കാണാം, എണ്ണ കൂട്ടി ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ അവരെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ മുട്ടയുടെ വെള്ള കൊടുക്കുന്നത് വേവിച്ചും കൊടുക്കാം, ഈ പച്ചയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് അഭിപ്രായമില്ല. ഈ മുട്ടയുടെ വെള്ള പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ പ്രോട്ടീനാണ്. അപ്പോൾ വീക്കായ വ്യക്തികൾക്ക് അത് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അവർ ഒന്ന് എനർജൈസ് ചെയ്യും. പലരും തളർന്ന് ഭയങ്കര ഫാറ്റിക്കുള്ള കുട്ടികൾക്കൊക്കെയാണെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് ആണ്. എല്ലാവർക്കും എല്ലാ ഭക്ഷണവും ഒരേപോലെ സ്യൂട്ടബിൾ ആയിക്കോണമെന്നില്ല. ഓരോരുത്തരുടെ ശരീരവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് എന്താണോ താല്പര്യം, ഓരോരുത്തർക്ക് സ്യൂട്ടബിൾ ആണെന്ന് വെച്ചാൽ അതനുസരിച്ച് കഴിക്കാവുന്നതാണ്. ഇത് പണ്ട് സ്ഥിരമായിട്ടൊരു ചിട്ട പോലെ പാലിച്ചു പോയിരുന്ന കാര്യമാണ്. ഈ എള്ളെണ്ണ കൊടുക്കുന്നത് അവർക്ക് ശരീരത്തിന് വേദന കുറയ്ക്കാൻ സഹായകരമാണ്. ഈ സീസെയിം ഓയിൽ അതിനു വേണ്ടി കൊടുക്കുന്നതാണ്. അതുപോലെ അവരുടെ എല്ലുകൾക്ക് ബലം വയ്ക്കാനും ഈ പെട്ടെന്നുണ്ടാവുന്ന ഹോർമോണൽ വ്യതിയാനങ്ങളിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു വരുന്നത്. അപ്പോൾ കുക്ക് ചെയ്യാത്ത ഈ മുട്ട കഴിക്കുന്നത് കൊണ്ട് അവർക്ക് മറ്റെന്തെങ്കിലും സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ. കുക്ക് ചെയ്ത മുട്ടയാണ് പ്രിഫറബിൾ. പിന്നെ ചെറുതായിട്ടൊരു ചൂടുള്ള ഭക്ഷണമാണ് എപ്പോഴും ഈ പീരീഡ് സമയങ്ങളിൽ കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും, പ്രായമായാലും ആദ്യമായ പീരീഡ്സ് ആണെങ്കിലും പിന്നീടുള്ളതാണെങ്കിലും ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ബോഡി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് കുരുമുളക് ഒക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരോട് അവർക്ക് പീരീഡ്സിൻ്റെ പെയിൻ ആണെന്ന് പറയുമ്പോൾ, നീയാണല്ലോ ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ, പീരീഡ്സ് ആവുന്ന ആദ്യത്തെ സ്ത്രീ, നിനക്ക് മാത്രമേ ഉള്ളല്ലോ ഈ പെയിൻ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കാറുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് തിരിച്ചിടുകയാണെങ്കിൽ, അപ്പോൾ ഈ പീരീഡ്സ് എന്നുള്ള ആ സൈക്കിള് പുരുഷന്മാർക്ക് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും എന്നൊന്ന് നോക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറച്ചും കൂടി കൂടുതൽ പേഷ്യൻസ് വന്നുകൂടായികയില്ല. അതെ അതെ അതെ. പിന്നെ ഈ